രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കവേ തന്നെ അടുത്ത ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ്. കാസർഗോഡ് കുമ്പളയിൽ വർഷങ്ങളോളം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു പീഡക വീരനുണ്ട്. ആ കേസ് എന്തുകൊണ്ട് വെളിയിൽ വന്നില്ല? ഇപ്പോഴാണ് മനോരമ ന്യൂസ് പുറത്തുവിട്ടത്. CPM മുൻ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സുധാകരനാണ് പീഡനവീരൻ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്തുകൊണ്ട് വെളിയിൽ വരുന്നില്ല? ഇയാൾ വർഷങ്ങളോളം 95 മുതൽ 2021 വരെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. 48 വയസ്സായ ഒരു യുവതി. ആ യുവതി ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. വേറെ ഒരു ന്യൂസുകളിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യാത്ത? മനോരമ ന്യൂസ് മാത്രം ഇത് പുറത്ത് വിട്ടു. പിന്നെ അതിനുശേഷം മനോരമ ന്യൂസ് പുറത്ത് വിട്ടതിന് ശേഷം 1-2 ചാനലുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ചാനലൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ കൂടുതൽ ന്യൂസ് ആക്കുകയോ ജനങ്ങളിൽ എത്തിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാം. അതൊരു CPM കാരനായതുകൊണ്ടാണ് അതങ്ങനെ ആയത്. അല്ലാതെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നടക്കുന്ന കണ്ടില്ലേ? എവിടെ ഇരുന്നു കൊണ്ട് 1-2 വർഷത്തെ പ്രണയമാണെന്നും പറഞ്ഞും കൊണ്ട് അയാളെയും കൊണ്ട് കാനഡയിൽ ടിക്കറ്റ് എടുത്ത് ഈ സ്ത്രീ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട്, അതിനു മുമ്പേ അവർ ഇഷ്ടത്തിലായിരുന്നതാണ്. എന്നിട്ട് അവിടെ ഈ മനുഷ്യനെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ട് അടുത്ത്, അതിനുശേഷം ഇവർ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് പീഡനം എന്ന് വരുത്തി തീർത്തിട്ടോ എന്തെല്ലാം കോലാഹലങ്ങളാണ് നടന്നത്. അയാളെ പിടിച്ചിപ്പോൾ ജയിലിലും ആക്കി, ജാമ്യവും കൊടുക്കുന്നില്ല. പിന്നെ പ്രതിഷേധങ്ങളും അങ്ങോട്ട് തുടങ്ങി, മുട്ടയേറും തുടങ്ങി. ട്രോഫിയും കൊണ്ട് നിൽക്കുന്നവരുണ്ട്, പിന്നെ കല്ലെറിയാൻ നിൽക്കണവരുണ്ട്, ചീമുട്ട എറിയണവരുണ്ട്. എന്തെല്ലാം കോലങ്ങൾ കാണിച്ച്. ഇയാളെ മണ്ടയ്ക്ക് എന്ത് എറിയാത്തത്? ഇതുപോലെ ഈ സുധാകരൻ എന്ന് പറഞ്ഞ CPM മുൻ ഏരിയ സെക്രട്ടറി, അയാൾ ജബ്ബാർ വധക്കേസിൽ പ്രതി കൂടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാനായിട്ട് കുറേ പേര് രംഗത്ത് വരും. എന്തുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണില്ല? എന്തുകൊണ്ട് ഇയാളെ ജയിലിൽ അടയ്ക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇയാളെ മണ്ടയ്ക്ക് മുട്ട എറിയണില്ല? ചാറ്റുകൾ കുറേ വെളിയിൽ വന്നായിരുന്നു. ഈ ചാറ്റെല്ലാം കൂടെ വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു പേടി ആ സ്ത്രീക്കുണ്ടായിരുന്നു. അതിജീവിത. ഇതിനെ പിന്നെ എന്തോന്ന് വിളിക്കണം? ഈ പെൺകുട്ടി എന്തോന്ന് വിളിക്കണം? ഈ കുട്ടിക്ക് 48 വയസ്സായി. ഇപ്പം വന്ന് ഈ രംഗത്ത് വന്ന ഈ പെൺകുട്ടിക്ക്, ഈ സുധാകരൻ, ഇയാൾ വർഷങ്ങളോളം 95 മുതൽ പീഡിപ്പിച്ചാണ്. 48 വയസ്സായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ 19 വയസ്സ് തൊട്ടാങ്ങാണ്ട് ഇയാൾ ആ സ്ത്രീയുടെ പിറകെ നടക്കുകയും എന്നിട്ട് അതിനുശേഷം ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല. കല്യാണം കഴിച്ചാൽ ഇയാൾ അതിന് പ്രതികാരം തീർക്കുമെന്നും, കല്യാണം കഴിച്ചതിന് ശേഷം ആ ഭർത്താവിനെ കുട്ടികളെയൊക്കെ തട്ടുമെന്നും പറഞ്ഞ് ഇയാൾ ഒരുപാട് മുതലെടുത്ത് ഈ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് ഭീഷണികളുണ്ടായി. കാസർഗോഡ് കുമ്പളയിൽ ഭീഷണിപ്പെടുത്തി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്ന പരാതിയിൽ CPIM നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. മകജെ പഞ്ചായത്ത് അംഗവും കാട്ടുകുക്കിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സുധാകരനെതിരെ കുമ്പള സ്വദേശി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ആരോപണം ഉയർന്നതോടെ സുധാകരനെ CPIM സസ്പെൻഡ് ചെയ്തിരുന്നു. 1995 മുതൽ 2023 വരെയാണ് കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന ഭീഷണി. 2021 അല്ല, 2023 വരെയാണ്. ആ പെൺകുട്ടിയെ ഇല്ലാതാക്കുമെന്നും കുടുംബത്തെ നശിപ്പിക്കുമെന്നും ഭർത്താവിനെ മക്കളെയൊക്കെ തീർക്കുമെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു ജബ്ബാർ വധക്കേസിലെ പ്രതിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ അത് തീർക്കാനും പാടൊന്നുമില്ല. നേതാവ് പീഡനം തുടർന്നു. 1995 മുതൽ 2023 വരെ സുധാകരൻ ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. അധ്യാപകനായ പ്രതി പരാതിക്കാരിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും പിന്നീട് ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു. പരാതിക്കാരിയുടെ 19ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞതോടെ സുധാകരൻ പ്രകോപിതനാവുകയും ഭീഷണിപ്പെടുത്തി പീഡനം തുടരുകയും ചെയ്തെന്നാണ് 48കാരി നൽകിയ മൊഴി. ഈ 19 വയസ്സിന് മുമ്പ് ഇവർ തങ്ങളുടെ അടുപ്പത്തിലായിരുന്നു. പിന്നെ അവർക്ക് ഈ സ്ത്രീക്ക് കല്യാണാലോചന വന്ന് അവർ കല്യാണം കഴിഞ്ഞു. പിന്നെ അതിനുശേഷമാണ് ഭീഷണികൾ. പ്രവർത്തകനായിരുന്ന ജബ്ബാർ കൊലപാതക കേസിൽ പ്രതിയായ സുധാകരൻ ഭർത്താവിനെയും മക്കളെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും
അശ്ലീല വീഡിയോകൾ കാണിച്ച് കൊലയാളിയും കൂടെ ആയിരുന്നു. എന്നിട്ട് അശ്ലീല വീഡിയോകളും കൂടെ കാണിച്ചു ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയിരുന്നതായും പെർള സ്വദേശിനി 24-നോട് പറഞ്ഞു. ആദ്യത്തെ ഭർത്താവ് വിട്ടുപോയ ശേഷം കുറെ പതിരിച്ചിനി, എനിക്ക് നല്ലോണം പതിരിച്ചിനി. പിന്നെ വേണ്ടാത്തെല്ലാം പറഞ്ഞിട്ട് ഇതാക്കും, ഞാൻ സമ്മതിച്ചില്ല അങ്ങ്. അതിന് ശേഷം ഇവരെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ സമ്മതിച്ചില്ല, അയാൾക്ക് സമ്മതിച്ചില്ല പറഞ്ഞെങ്കിൽ ഇവരെ കൊല്ലു, ഇല്ലെങ്കിൽ ഇവർ ഓടിപ്പിക്കും, നീ അവരെ കൂടെ ജീവിക്കാൻ വിടില്ല, പിള്ളേരെ കൂടെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. ലൈംഗികാരോപണം ഉയർന്നതോടെ CPIM ലോക്കൽ കമ്മിറ്റി അംഗവും എൻമകജെ പഞ്ചായത്ത് അംഗവുമായ എസ് സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് എന്തേലും കാര്യം? അവനെ പിടിച്ച് ജയിലിലടച്ച് കാലകാലം മുഴുവനും അവിടെ ഇട്ടേക്കണം. അതിന് പറ്റുമോ? അതിനാണ് ജനങ്ങൾ നിൽക്കാൻ, ജനങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ അവരെ ആ പാർട്ടിയിലുള്ളവരൊന്നും ചെയ്യൂല. കണ്ടില്ലേ, മറുവശത്ത് നിന്ന ഒരാളിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കണ കണ്ടില്ലേ? ഒരു കാരണമല്ല, എവിടെ ഇരുന്നും കൊണ്ട് ഒരു സ്ത്രീ അദൃശ്യനായിട്ട് ഇരുന്നും കൊണ്ട് ഓരോ തെളിവുകൾ, ഇങ്ങനെ തെളിവുകളാണെന്നും പറഞ്ഞ് ഇങ്ങനെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വിട്ട് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് കൊണ്ടുവന്നിട്ടേക്കണം. അതിൽ ഒരു തെളിവും അവിടെ വരുന്നില്ല. എന്നിട്ട് പിടിച്ച് ഇവരത്രയും പിടിബലമുള്ള ആളുകൾ പി മാമനൊക്കെ നിൽക്കണത് കൊണ്ടാണ്. സുധാകരനെതിരെ പോലീസ് കേസെടുത്തത്. പാർട്ടി പ്രവർത്തകയും ഭർത്തൃമതിയുമായ 45-കാരിയാണ് ലൈംഗിക അതിക്രമ പരാതിയുമായി പാർട്ടിയിലുള്ള പെൺകുട്ടി തന്നെയായിരുന്നു, പാർട്ടി പ്രവർത്തക തന്നെ. പീഡന ദൃശ്യങ്ങളടക്കം നൽകിയാണ് പോലീസിൽ പരാതി സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, ഒരു വശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതിന് അത് പിന്നെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് അത് ഇങ്ങനെ ഇവരെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ടങ്ങ് ജയിലിൽ അടയ്ക്കണ അയാൾ എന്തോന്ന് തെറ്റാണ് ചെയ്തത്? ഈ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തു? ആ സ്ത്രീയുടെ ഇഷ്ടത്തോടു കൂടിയല്ലേ ഇതും അതുപോലെ ഇവർ മുമ്പ് ഇഷ്ടമായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പം പറഞ്ഞ സ്ത്രീ, ഈ സുധാകരൻ എന്ന് പീഡിപ്പിച്ച സുധാകരൻ എന്ന് പറഞ്ഞ ആൾ പിന്നെ ഈ സ്ത്രീയുമായിട്ട് മുൻ പരിചയമുണ്ടെങ്കിലും പിന്നെ ആ സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങ് മാറുകയാണ് ചെയ്തത്. ആ സ്ത്രീ അങ്ങ് ഒഴിഞ്ഞു മാറി. എന്നിട്ട് ഇയാൾ വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. വർഷങ്ങളോളാണ് ഇയാൾ പീഡിപ്പിച്ചത്. പിന്നാലെയാണ് CPM നേതാവിനെതിരെ ഒരു പരാതി വരുന്നത്. പോലീസ് കേസെടുക്കാൻ അല്പം വൈകി. പോലീസ് കേസെടുക്കാൻ വൈകും. മറ്റേതാണെങ്കിൽ അറിയാമല്ല, ആ ഒരു മനുഷ്യൻ ഹോട്ടലിലായിരുന്നു അന്ന് രാത്രിയിൽ. ഡോറിൽ ചെന്ന് ഈ പോലീസന്മാരെല്ലാം കൂടെ ഡോറിൽ ചെന്ന് കൊട്ടിയിട്ട് തുറന്ന് ഒരു ഇതും ഇല്ലാതെ, ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ അങ്ങ് പിടിച്ചോണ്ടങ്ങ് പോവുകയാണ് ചെയ്തത്. ഇത്രയും ജനങ്ങൾ. അപ്പോഴും മീഡിയക്കാരങ്ങ് ആഘോഷമാക്കിയാണ് മാറ്റിയത്. ഇതെന്ത് ആഘോഷമാക്കി മാറ്റാത്തത്? മീഡിയക്കാരെന്തുകൊണ്ട് ഇത് സംസാരിക്കാത്തത്? CPM ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നടപടികൾ? ഇയാളെ എവിടെ ഉണ്ടെന്ന് സൂചനയുണ്ടോ? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും കൂടെ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ CPM-നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി, അതോടൊപ്പം എൺമകജെ പഞ്ചായത്ത് അംഗം, കൂടാതെ ഒരു അധ്യാപകൻ അധ്യാപകനും കൂടെയാണ്. ഇതെല്ലാം ഉള്ള മനുഷ്യൻ അധ്യാപകനാണ്, മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇതിങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇയാൾ ഇങ്ങനത്തെ കോഴിത്തരം കാണിച്ചെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അതിജീവിതയെന്നും പറഞ്ഞ് എവിടെയും മറഞ്ഞിരുന്ന് പറയുന്ന സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് പിന്തുണച്ചുകൊണ്ട് കുറേ പേര് പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്ത് വന്ന് ഈ പെൺകുട്ടി വർഷങ്ങളോളം ഈ പെൺകുട്ടി പീഡിപ്പിച്ച്, ഈ CPM നേതാവ് പീഡിപ്പിച്ച ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് നീതി മേടിച്ചു കൊടുക്കണില്ല? ഈ പെൺകുട്ടിക്ക് ഇത്രേ ദിവസമായി കേസ് നടന്നിട്ട് പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്യും പിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയണതല്ലാതെ അയാൾ എന്തേലും ഒളിവിൽ പാർപ്പിച്ചിരിക്കണ. മറ്റതങ്ങനെ തന്നെയല്ല. ആ മനുഷ്യൻ കിടന്ന ആ റൂമിൽ, ആ ഹോട്ടലിൽ കയറിയാണല്ല ഒരു മീഡിയക്കാരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ മീഡിയക്കാരും ആഘോഷമാക്കി മാറ്റിയത്. നമ്മൾ പോലീസ് ഏമാമാരെ എല്ലാവരും കൂടെ ആ പാവത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇത് പീഡനമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഇത് അവിഹിത ബന്ധം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതെന്തുകൊണ്ട് ഇത് കേസാക്കാത്തത്? ഈ CPM ആയതുകൊണ്ടാണോ കേസായിട്ട് വരാത്തത്? CPM യിലുള്ള ആളായതുകൊണ്ടാണോ കേസായിട്ട് വരാത്തത്? ആ പെൺകുട്ടി എത്രയും നാളുകൊണ്ട് DGPക്കൊക്കെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് അങ്ങ് പരാതി കൊടുക്കണം. അതാണ് വേണ്ടത്.